കൊല്ലം തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ മാലിന്യ പ്രശ്നത്തെ ചൊല്ലി താഹാമുക്ക് പ്രദേശവാസികളും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ വാക്കുതർക്കം. ദേവ് സ്നാക്സിന്റെ ഫാം പൂട്ടണമെന്ന ആവശ്യത്തിലാണ് തർക്കം. പ്രദേശത്ത് വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് വാട്ടർ അതോറിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, എന്താണിപ്പോൾ പഞ്ചായത്തിൽ നടക്കുന്നത്? സുജയ, ഇപ്പോൾ ശുദ്ധവായുക്കും കുടിവെള്ളത്തിനും വേണ്ടി ഇപ്പോൾ പ്രദേശവാസികൾ, അതായത് താഹാമുക്കിലെ പ്രദേശവാസികൾ പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിപ്പോൾ മൂന്നാം വട്ടമാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലേക്ക് എത്തുന്നത്. ശുദ്ധവായു മനുഷ്യന് ആവശ്യമാണ്, ശുദ്ധവായും അതോടൊപ്പം തന്നെ കുടിവെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടണം. പക്ഷേ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ പരിശോധനാ ഫലത്തിലടക്കം ഇവിടുത്തെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല എന്നുള്ള പരിശോധനാ ഫലം പുറത്തു വന്നിട്ടും ഇതിനെതിരെ ഒരു നടപടി പോലും പഞ്ചായത്ത് എടുക്കുകയും ചെയ്തില്ല. നമ്മളടുത്ത് ഒരു മാസം മുൻപ് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഫാം പൂട്ടുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ആ ഫാം പൂട്ടുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല. പതിവ് പോലെ തന്നെ ആ ഫാമിൽ നിന്ന് മലിനജലം ഈ പ്രദേശവാസികളുടെ കിണറ്റിലേക്ക് വെള്ളം എത്തുന്നു. അവിടെ കുടിക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥയിലെത്തുന്നു. അവിടുത്തെ രോഗം, പലർക്കും കുട്ടികൾക്കടക്കം രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഈ നാട്ടുകാർ പല തവണ പഞ്ചായത്തിൽ വന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല. മൂന്നാം തവണയാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത് ആ ഫാം പൂട്ടുക, ഞങ്ങൾക്ക് ശുദ്ധമായ വായു കിട്ടുക, ശുദ്ധമായ വെള്ളം കിട്ടുക എന്നുള്ള ഏതൊരു മനുഷ്യൻ്റെയും പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിനാണ് ഇപ്പോൾ താഹാമുക്കിലെ ആളുകൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചിരിക്കുന്നത്. ഇതുവരെയും കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു മറുപടി ഈ നാട്ടുകാരടുത്ത് പറയാൻ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കോ പഞ്ചായത്ത് ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാട്ടർ അതോറിറ്റി റിപ്പോർട്ടിലടക്കം പറയുന്നത്. ഈ പ്രദേശത്തെ, അതായത് ഇവിടെ 10 വീടുകളിലെ വെള്ളം പരിശോധിച്ചപ്പോൾ ആ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല. അതായത് മഞ്ഞപ്പിത്തമടക്കമുള്ള മാരക രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുന്ന അണുക്കൾ വെള്ളത്തിലുണ്ട് എന്നുള്ള പരിശോധന ഫലം ഉണ്ടായിട്ട് പോലും ഈ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് സെക്രട്ടറിയുമായി എത്തിയും അല്പം മുമ്പാണ് പഞ്ചായത്ത് സെക്രട്ടറിയും നാട്ടുകാരും തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കമുണ്ടായത്. അതിനെ തുടർന്ന് വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ്. എന്തായാലും ഇന്ന് ഒരു തീരുമാനം വരുന്നത് വരെ തങ്ങൾ ഇവിടെ ഇരിക്കുമെന്നാണ് ഈ താഹാമുക്കിലെ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ ആളുകൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് വച്ചിരിക്കുകയാണ്. ഇന്നൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെ ഇരിക്കുമെന്നാണ് സുജയ ഈ നാട്ടുകാർ പറയുന്നത്. ഓക്കെ, താഹാമുക്ക് പ്രദേശവാസികൾ മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സെക്രട്ടറിയെ വളഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ ദിലീപ്? ഇപ്പോൾ സെക്രട്ടറിയെ പോലീസ് വളഞ്ഞു വെച്ചിരിക്കുകയാണ്. സെക്രട്ടറിയെ പോലീസ് മാറ്റുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത തീരുമാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാവുന്നതാണ്. ചേട്ടാ സെക്രട്ടറി കൈവഴിയാണ്. സെക്രട്ടറി പറയുന്നത്, സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് നിർദ്ദേശം കൊടുത്ത് മഴ വരുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കാൻ. ഒരു മിനിറ്റ് മിണ്ടല്ലേ. അപ്പോൾ സെക്രട്ടറി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, എൻ്റെ തലയിൽ വെച്ച് ഒഴിയാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുകയാണ്, എനിക്ക് നടപടി എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സെക്രട്ടറി ഇറങ്ങി പോകുന്ന രംഗമാണ് കാണുന്നത്. പോലീസ് സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ സംഘർഷഭരിതമായ രംഗങ്ങളാണ് ഉണ്ടാവുന്നത്. സെക്രട്ടറിയെ ഇവിടുന്ന് പോലീസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ത്രീകളടക്കമുള്ളവർ, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തു. എന്താ സെക്രട്ടറി എന്ന് പറഞ്ഞു? സെക്രട്ടറിക്ക് പൂട്ടാനുള്ള അധികാരമില്ലെന്ന് ഒരു പഞ്ചായത്ത് സെക്രട്ടറി പറയുക. പൂട്ടാൻ ഞങ്ങളാ രോഗം, അസുഖങ്ങളായി, പനിയായി, മഞ്ഞപ്പിത്തായി, എന്നിട്ട് സെക്രട്ടറിക്ക് അനുവാദമില്ലെന്ന് പൂട്ടാനെന്ന്. അധികാരമുണ്ട്, എന്നിട്ട് അവരത് ചെയ്യുന്നില്ല. ജനങ്ങൾ മരിക്കട്ടെ, പശുവിനെ സംരക്ഷിക്കുക, ജനങ്ങൾ മരിക്കുക, പശു ഉപയോഗിക്കുക. അമ്മമാരും കുട്ടികളും ഞങ്ങൾ മരിച്ചാലും വേണ്ടിയില്ല. അവന്റെ പാലും അവൻ ഒത്തിരി പോലീസുകാരെ ഇടിവണ്ടി എല്ലാം വിളിക്കും. ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു നിയതിയും ഇല്ല. പാവത്തുങ്ങൾക്ക് ഞങ്ങൾക്ക് പണമില്ല, ജനങ്ങളെ ഉള്ളു ഞങ്ങൾക്ക്. അവന് ഞങ്ങൾ അറസ്റ്റ് ചെയ്താലും ഞങ്ങളെ നെഞ്ചത്തോട് വണ്ടി കൊറ്റി ഇറക്കിയാലും ഇതിന് പരിഹാരം കണ്ട ഞങ്ങൾ മാറത്തോട്. ഞങ്ങൾ പരിസരവാസികളാ, ഞങ്ങൾ പരിസരവാസികളാ. ഞങ്ങൾ പൊടി കൊച്ചുങ്ങളുണ്ട്, 4 വയസ്സുള്ള കൊച്ചുങ്ങളുണ്ട്. കുടിവെള്ളം കുടിക്കാനൊക്കത്തില്ല. വാട കൊണ്ട് സഹിക്കാൻ വയ്യ. ബസ്സുകൾ കച്ചവടം ആവുന്നില്ല. യവന് ഞങ്ങൾ ഇന്നലെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞാൽ സെക്രട്ടറിക്ക് അധികാരമുണ്ട് ഇന്നാളൊന്ന് പശുക്കളെ മാറ്റാനുണ്ട്. ഇന്നലെ 10 മണിക്ക് അതിന്റെ റിപ്പോർട്ട്
പറ്റില്ലെന്ന്. പക്ഷെ ഇതുവരെ ആ സെക്രട്ടറി അത് പരിശോധിച്ചിട്ടെന്നാ പറയുന്നത്. ഇന്നലെ 10 മണിക്ക് മെഡിക്കൽ ഓഫീസർ അയച്ച ആ ഒരു റിപ്പോർട്ട് ഇതുവരെയും ഇവിടുത്തെ സെക്രട്ടറി അത് കണ്ടില്ലെന്നാ പറയുന്നത്. അതാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറി. ജനങ്ങളെ കൂടെ നിൽക്കണ്ടല്ലോ ഈ പഞ്ചായത്തിലെ സെക്രട്ടറി. ഇത് പണത്തിന്റെ ഒരു പവർ തന്നെയാണ്. സുജിയ, ഇവർ പറയുന്നത് ലൈസൻസ് ഇല്ല. ഒരാൾക്ക് പണം കൊടുത്ത് പഞ്ചായത്തുകാർക്കല്ല സെക്രട്ടറിക്കും കൊടുത്ത് കൈക്കൂലി മേടിച്ച് കൈക്കൂലി വാങ്ങിയിട്ടാണ് സെക്രട്ടറി ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് ഓരോരുത്തരും കൃത്യമായി പറയാം, ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരു നാട്ടിൽ നിന്നാണ്. കാരണം കിണറ്റിൽ അത്രമേൽ മാലിന്യമുണ്ട് എന്നുള്ളത് നമ്മളടക്കം കണ്ടതാണ്. ഇപ്പോൾ പരിശോധന ഫലവും അത്രമേൽ ഉണ്ടായിരുന്നു. ഇതിന് ചർച്ചയ്ക്കായി വന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കളടക്കം ഉണ്ട്. എല്ലാ രേഖകളും നമ്മളിലുണ്ട്. ഇതിപ്പോ DMO ഓഫീസ് ഇന്നലെ നടന്നുണ്ടെങ്കിൽ ഇന്നലെ അതിന്റെ രേഖ മൊത്തം കിട്ടി. ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഇതിന്റെ ഫുൾ അധികാരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ഇത് ഒഴിവാക്കി തന്നാൽ മാത്രം മതി, അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അത് ഇന്നലെ DMO പ്രത്യേകം പേപ്പർ അയച്ചോണ്ട് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി എത്രയും പെട്ടെന്ന് മഴ വരുന്നതാണ് എത്രയും പെട്ടെന്ന് മാറ്റി. നിലവിൽ ഇപ്പൊ എന്താ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത് അധികാരം ഇല്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. DMOയുമായി സംസാരിച്ചപ്പോഴോ? DMOയോട് സംസാരിച്ച DMO ഇവരെ മറ്റേ ഈ സംശയം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത കത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സുജിയ സീറ്റിൽ നിന്ന് സെക്രട്ടറി ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. ഇത് തൃക്കോവിലവട്ടം പഞ്ചായത്തിൽ, അതായത് ഈ പ്രദേശത്ത് വെള്ളം കുടിക്കാൻ യോഗ്യമല്ല എന്ന് കാണിക്കുന്നത്. നോട്ട് ഗുഡ്, സാമ്പിൾ കണ്ടീഷൻ ഇസ് നോട്ട് ഗുഡ് എന്നാണ് ഈ വാട്ടർ അതോറിറ്റിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല. 3/5/2025 പരിശോധന ഫലമാണ് 10 വീടുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ റിപ്പോർട്ടുകളാണ് ഈ നാട്ടുകാർ കാണിച്ചത്. എന്നിട്ട് പോലും പഞ്ചായത്ത് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ആ പഞ്ചായത്ത് മെമ്പർ ഇപ്പൊ ചേരുന്നു. മെമ്പറെ, എന്താണ് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത്? ഈ പശുവിനെ മാറ്റി അവിടെ ഡ്രൈ ആക്കി അവർക്ക് ക്ലോറിനേഷൻ ചെയ്യണം. അവർക്ക് കുടിവെള്ളത്തിന് ഒരു പരിധി വേണം. അതാണ് പഞ്ചായത്ത് എങ്ങനെ ഇടപെടുന്നു? പഞ്ചായത്തിനോട് നമ്മളിപ്പോ ആവശ്യപ്പെട്ട് സെക്രട്ടറി പറയുന്നത് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ പഞ്ചായത്താണ് ഇത് ചെയ്യാനുള്ളതെന്നാ പറയുന്നത്. സാർ, ഒരു സംശയം. ലൈസൻസ് ഇല്ലാത്ത സ്ഥാനം കോടതിയിലെ സ്റ്റേ കൊടുക്കുമോ? ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാനത്ത് കോടതി സ്റ്റേ കൊടുക്കുക, അത് നമുക്ക് അറിയത്തില്ല. പാവപ്പെട്ട ഞങ്ങൾക്ക് നിയമം അറിയത്തില്ല, അതുകൊണ്ടൊന്ന് ചോദിക്കുക. ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാനം ഏത് കോടതിയാണ് സ്റ്റേ കൊടുക്കുന്ന, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഓക്കെ, താഹമുഖ പ്രദേശവാസികളും പഞ്ചായത്ത് സെക്രട്ടറിയും അധികൃതരും ഒക്കെ തമ്മിലുള്ള വാക്കുതർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേവ് സ്നാക്സിന്റെ ഫാം പൂട്ടണമെന്ന് താഹമുഖുകാർ ആവശ്യപ്പെടുന്നു. എന്നാൽ സെക്രട്ടറി എനിക്കത് പറ്റില്ലല്ലോ എന്ന് പറയുന്നു. അതേ ചൊല്ലി അവിടെ തർക്കം നടക്കുന്നു. അതാണ് നമ്മളിപ്പോൾ തൃക്കോവിലവട്ടം പഞ്ചായത്തിൽ നേരിട്ട് കണ്ടത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.